നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കലയിലും കൃഷിയിലും വ്യത്യസ്തമായിട്ടുള്ള അധ്യായം രചിച്ചിട്ടുള്ള കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചിറക്കൽ തമ്പുരാൻ്റെ കീഴിലുണ്ടായിരുന്ന കുറുമാത്തൂർ പ്രദേശം 1930-36 കാലഘട്ടത്തിൽ വിഷ്ണു ഭാരതിയൻ്റെ നേതൃത്വത്തിൽ കർഷക വിരുദ്ധ സമരത്തിന് സാക്ഷ്യം വഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. 1905 സ്ഥാപിതമായിട്ടുള്ള ജില്ലാ കൃഷിത്തോട്ടമാണ് കുറുമാത്തൂർ പഞ്ചായത്തിൻ്റെ മറ്റൊരു സവിശേഷത. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ഉൾപ്പെടെയുള്ള അനവധി സാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിന് ഒട്ടനേകം കഥകൾ നമ്മോട് പറഞ്ഞു വെക്കാനുണ്ട്. ജന്മി നാടുവാഴ്ത്തത്തിനെതിരായ പോരാട്ടത്തിലും തനത് പങ്കുവഹിച്ച ഒരു പഞ്ചായത്താണ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത്. ചിറക്കൽ കോരത്തിരി രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു കുറുമാത്തൂർ. കേരളീയൻ, AKG, വിഷ്ണുഭാരതിയൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടാണ് കുറുമാത്തൂരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്നത്. ജന്മിനാടുവാഴ്ത്തത്തിൻ്റെ കൊടിയ ചൂഷണങ്ങൾ, അതായത് അക്രമപ്പിരിവുകൾ തുടങ്ങിയ വിഷയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ നുരഞ്ഞു പൊങ്ങുന്ന സാഹചര്യമുണ്ടായി. വിഷ്ണുഭാരതിയൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ, അക്രമപ്പിരിവുകൾക്കും മറ്റുമെതിരെ കുറുമാത്തൂർ മനയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു മാർച്ച് കുറുമാത്തൂർ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ജ്വലിക്കുന്ന അധ്യായമാണ്. 2011 സെൻസസ് പ്രകാരം ഏകദേശം 31,000-ലധികമാണ് ജനസംഖ്യ. 2021 സെൻസസ് പ്രകാരം അത് 37,000-ലധികം വരും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഒക്കെ തന്നെ ഇവിടെ താമസിച്ചു വരികയാണ്. മതസാഹോദര്യത്തിന്
കേളികേട്ട പ്രദേശമാണ് നമ്മുടേത്. നല്ല ഐക്യവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞ ഒരു മഹനീയ പാരമ്പര്യമാണ് നമുക്ക് ഉള്ളത്. പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളിലൊന്ന് എടുത്തു കാണിക്കാനുള്ളത് 18-19 വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനം പ്രളയ ദുരന്തം നേരിട്ട് കഴിഞ്ഞ അവസരത്തിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമയത്തും ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിസാസ്റ്റർ ഷെൽട്ടർ പഞ്ചായത്തിൻ്റെ ഓഫീസിനോടനുബന്ധിച്ച് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 100-ലധികം ആൾക്കാരെ ഒന്നിച്ച് പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യം അടക്കം നമ്മുടെ ഈ ഷെൽട്ടറിലുണ്ട്. ഇപ്പോൾ ഏത് ദുരന്തത്തിലായാലും ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമ്മൾ പ്രധാനമായും കാലവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് നെൽകൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കാലവർഷത്തിൻ്റെ അതികഠിനമായ കാലവർഷത്തിൻ്റെ പ്രയാസം കാരണം നെൽകൃഷി കുത്തനെ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം നമ്മൾ വളരെ മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്യുകയും പാടശേഖര സമിതികളുടെ യോഗം വിളിച്ചു ചേർത്തു. അതുപോലെ പഞ്ചായത്ത് തലത്തിൽ പാടശേഖര സമിതികളുടെ യോഗം വിളിച്ചു ചേർത്തു. അതുപോലെ 12 പാടശേഖരങ്ങളുള്ളത് 12 പാടശേഖരങ്ങളിലും പാടശേഖരം തലത്തിലും അതുപോലെ വാർഡ് തലത്തിലും കർഷകരുടെ സംഘാടക സമിതികൾ വിളിച്ചു ചേർത്ത് വളരെ മുന്നേ തന്നെ നെൽകൃഷി മേഖലയിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി. അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത് നെൽകൃഷി സീസണിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും കൃഷിയോഗ്യമായ 66 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നല്ല വിളവ് പ്രതീക്ഷിക്കുന്ന നിലയിലാണ് നിലവിലുള്ളത്. അതുകൂടാതെ ഈ വയലിൽ രണ്ടാമത്തെ സീസണിൽ നമ്മൾ 50 ഹെക്ടറിലധികം സ്ഥലത്ത് നെൽകൃഷിയും അതുപോലെ 100 ഹെക്ടറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി, 60 ഹെക്ടറിലധികം സ്ഥലത്ത് ഉഴുന്ന്, പയർ, മുതിര, ചെറുധാന്യങ്ങൾ എന്നിവയും വിളവിറക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായിട്ടാണ് കുറുമാത്തൂർ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ പച്ചക്കറി കൃഷി മേഖലയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പച്ചക്കറി കയറ്റുമതി ചെയ്യുന്ന ഒരു പഞ്ചായത്തായിട്ട് നമുക്ക് കുറുമാത്തൂർ പഞ്ചായത്തിനെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിൽ 6 പച്ചക്കറി ക്ലസ്റ്ററുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ മഴക്കാല പച്ചക്കറി ക്ലസ്റ്റർ 4 ക്ലസ്റ്ററും വേനൽക്കാലത്ത് അതായത് നെൽകൃഷി കഴിഞ്ഞ് തരിശ് വയൽ നെൽകൃഷി വിളവെടുത്ത വയൽ രണ്ടാമത്തെ സീസണിൽ 2 പച്ചക്കറി ക്ലസ്റ്ററുമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. 6 പച്ചക്കറി ക്ലസ്റ്ററിന് പുറമെ ചെറു കർഷകരെ കൂട്ടിച്ചേർത്ത് 25 സെൻറ്റ് 50 സെൻറ്റ് അതിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന കർഷകരെ കൂട്ടിച്ചേർത്ത് ആകെ മഴക്കാലത്ത് ഈ വർഷം 70 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. 70 ഹെക്ടർ സ്ഥലത്ത് എല്ലാ ഇനത്തിലുള്ള പച്ചക്കറികളും നിലവിൽ കുറുമാത്തൂർ ലഭ്യമാണ്. വെള്ളരി, ഇളവൻ, മത്തൻ, കക്കിരി, പാവൽ, താലോലി, പയർ, വഴുതന, മുളക് തുടങ്ങിയ എല്ലാ പച്ചക്കറി ഇനങ്ങളും ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇപ്രാവശ്യം കുറുമാത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ലഭ്യമാണ്. എന്ന് മാത്രമല്ല ഇപ്രാവശ്യത്തെ ഓണവിപണിയിൽ കണ്ണൂർ ജില്ലയിലും ജില്ലക്ക് പുറത്തും ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അയക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. കർഷകർ ഈ സമയത്ത് പച്ചക്കറി കർഷകർ തുടർന്ന് വേനൽക്കാലത്തും 2 പച്ചക്കറി ക്ലസ്റ്ററും തുടർന്ന് ലഭ്യമാകുന്ന മറ്റ് വയലുകൾ ഉൾപ്പെടെ വേനൽക്കാലത്ത് മാത്രം 50 ഹെക്ടറിലധികം സ്ഥലത്ത് പച്ചക്കറി കൃഷി നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പറമ്പിൽ തെങ്ങും തോട്ടങ്ങളിലും മറ്റും ഇടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങൾ അതായത് തരിശ് രഹിതമാക്കുക എന്നതും കൃഷിയോഗ്യമായ ഒരു തുണ്ട് ഭൂമി പോലും തരിശിടാതെ കൃഷി ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇടവിള കിറ്റുകളായിട്ട് ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ് എന്നിവയുടെ വിത്ത് കിറ്റുകൾ കൊടുക്കുക, അതുപോലെ പറമ്പുകളിൽ ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി വിത്ത് കിറ്റുകൾ കൊടുക്കുക തുടങ്ങിയവയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ വാഴക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ നേന്ത്രവാഴ ഉൾപ്പെടെ വാഴ ഉൽപ്പാദിപ്പിച്ച് കർഷകർ മാർക്കറ്റിൽ പൊതുവിപണിയിലും നമ്മുടെ പഞ്ചായത്തിലുള്ള വിപണികളിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ തന്നെ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇക്കൊല്ലം നമ്മൾ പുതുതായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പുതുതായിട്ട് വന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയുള്ള പൂക്കൃഷി, ഓണത്തിന് ഒരു വട്ട പൂക്കൃഷി. അതിലും ഇപ്രാവശ്യം നമുക്ക് നല്ല വിളവ് ഉണ്ടാക്കാനുണ്ട്. 13 ഗ്രൂപ്പുകളിലായിട്ട് നല്ല വിളവുണ്ടാക്കാനും മാർക്കറ്റിലേക്ക് നമുക്ക് നല്ല നിലയിൽ അത് കൊടുക്കാനും സാധിച്ചിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുറുമാത്തൂരിൻ്റെ പ്രത്യേകത ഈ കാർഷിക മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് അപൂർവമായി കാണുന്ന കരിമ്പ് കൃഷി ഉൾപ്പെടെ കുറുമാത്തൂർ കൃഷി ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. കരിമ്പ് ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. കുറുമാത്തൂർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സമയബന്ധിതമായിട്ട് സംഭരിക്കാനും അത് സർക്കാരിലേക്ക് കൊടുക്കാനും അതിൻ്റെ വില കൃത്യമായിട്ട് തന്നെ
കർഷകർക്ക് കൊടുക്കാനും നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ സാധിച്ചിട്ടുണ്ട്. നല്ല സംഭരണ വില കൊടുത്തുകൊണ്ട് തന്നെ നെല്ല് കൃത്യമായിട്ട് സംഭരിക്കാനും കൊടുക്കാനും സാധിക്കാറുണ്ട്. കേരളത്തിലെ തന്നെ വളരെ പഴക്കം ചെന്ന കൃഷിത്തോട്ടങ്ങളിലൊന്നാണ് കുരുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കരിമം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് കൃഷിത്തോട്ടം. കുരുമുളകുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനായി 1905 ഡോക്ടർ ചാൾസ് ആൽഫ്രഡ് ബാർബേജ് ഈ കൃഷിത്തോട്ടം സ്ഥാപിക്കുന്നത്. 1975 കൃഷിവകുപ്പിന് കീഴിലെ കൃഷിത്തോട്ടമായി മാറിയ ഈ സ്ഥാപനം 1996 ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലേക്ക് വരുന്നു. കേരളത്തിലെ തന്നെ കാർഷിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള കണ്ണൂർ ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ. നമ്മുടെ ഫാമിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുസരിച്ച് വിളകളുടെ ഏറ്റവും ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് നമ്മുടെ ഫാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷകമായിട്ടുള്ളൊരു കാര്യമെന്നത് ഇവിടുത്തെ മാവിൻ്റെ ഓർച്ചാർഡാണ്. അതൊരു മാംഗോ മ്യൂസിയം ആയിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുണ്ട്. ഏകദേശം 60-ൽ പരം മാവിനങ്ങൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. അത് കർഷകർക്ക് ആവശ്യമുള്ള ഇനങ്ങൾ ഇപ്പോഴും അത് നടീൽ വസ്തുക്കൾ നമ്മുടെ വിൽപ്പന കേന്ദ്രം വഴി കൊടുത്തു വരുന്നുണ്ട്. മാവിന് പുറമെ പ്ലാവ്, പിന്നെ സപ്പോട്ട, ജാതി എന്നീ വിളകളുടെ ഗ്രാഫ്റ്റുകളും അതുപോലെ മറ്റുള്ള നടീൽ വസ്തുക്കൾ, നെൽവിത്ത്, പച്ചക്കറി വിത്ത്, കവുങ്ങിൻ തൈകൾ, അങ്ങനെ നമുക്ക് നമ്മുടെ പ്രദേശത്തേക്ക് അനുയോജ്യമായ എല്ലാ വിളകളുടെയും ഏറ്റവും ഗുണമേന്മേറിയ നടീൽ വസ്തുക്കൾ തന്നെ വിൽപ്പന നടത്തി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് ഫാമിൽ ഇപ്പോൾ നമ്മൾ ജൈവ കൃഷിയിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ജൈവ കൃഷിക്ക് ആവശ്യമായ കീടരോഗ നിയന്ത്രണത്തിന് വേണ്ട ജൈവ കീടകുമിൾനാശിനികൾ, അതായത് ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, ബിവേറിയ പോലെയുള്ള ജൈവ കീടകുമിൾനാശിനികളും അതുപോലെ കായ്ച്ചകളെയൊക്കെ തുരത്തുന്നതിനുള്ള കെണികളും ഒക്കെ ഇപ്പം നമ്മൾ ഇവിടെയുള്ള ലാബിൽ ഉൽപ്പാദിപ്പിച്ച് വരുന്നുണ്ട്. കൂടാതെ അത് നമുക്ക് കൃഷിഭവനുകൾ വഴിയും കൂടാതെ നമ്മുടെ സെയിൽസ് കൗണ്ടർ വഴി കർഷകർക്കും വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ഓൺലൈൻ സെയിൽസിൻ്റെ ഒരു കാലമാണ്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഓൺലൈൻ സെയിൽസിലാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടെയുള്ള മാംഗോ ഗ്രാഫ്റ്റ് ആയാലും അതുപോലെ ഈ നേരത്തെ പറഞ്ഞ ജൈവ കീടകുമിൾനാശിനികൾ, അതായത് ട്രൈക്കോഡർമ പോലെയുള്ള ജൈവ കീടകുമിൾനാശിനികളായാലും ഓൺലൈൻ വഴി ആമസോൺ, ഫ്ലിപ്കാർട്ട് മുഖേന വാങ്ങാൻ ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കേരളാഗ്രോ എന്ന ബ്രാൻഡിലാണ് ഈ സാധനങ്ങൾ ഫാമിലൂടെ നമ്മൾ വിൽപ്പന നടത്തുന്നത്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫാം ഇക്കോ ടൂറിസം സെൻറ്റർ ആക്കി മാറ്റുന്നതിനുള്ള ഒരു പദ്ധതിയും 2 വർഷമായിട്ട് അങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നബാർഡ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ടൂറിസത്തിൻ്റെ പണികൾ ആരംഭിക്കാൻ പോകുന്നത്. ഭാവിയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല ഒരു ഇക്കോ ടൂറിസം സെൻ്ററാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള കൃഷികൾക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും വരുത്താതെ ഇവിടെ കാണാൻ വരുന്ന ആളുകൾക്ക് കണ്ടുപഠിക്കുന്നതിനുള്ള ഒരു നല്ലൊരു മോഡൽ ഫാം ആക്കുന്നതിനും അതുപോലെ കൃഷിരീതികൾ, പുതിയ തരത്തിലുള്ള കൃഷിരീതികൾ നമ്മളതിൻ്റെ സംയോജിത കൃഷിത്തോട്ടം അതുപോലെയുള്ള നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അത് നമുക്ക് ഈ ഫാമിൽ തന്നെ നടപ്പാക്കി, അതായത് ഇപ്പോൾ ഫെർട്ടിഗേഷൻ അഥവാ ജലസേചനവും വളപ്രയോഗവും ഒരുമിച്ച് നടത്തുന്ന ഫെർട്ടിഗേഷൻ, അതുപോലെ പ്ലാസ്റ്റിക് മൾച്ചിങ്, അതുപോലെ പോളി ഹൗസ്, റെയിൻ ഷെൽട്ടർ പോലെയുള്ള പുതിയ ടെക്നോളജികൾ നമുക്ക് കർഷകർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടു പഠിക്കാൻ പാകത്തിനുള്ള ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ ഇവിടെ സ്ഥാപിക്കുന്നതിനും ഇതൊക്കെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനും ഇതുവഴി സാധിക്കുന്നതാണ്. പിന്നെ ഇനിയൊരു പുതിയൊരു പരിപാടി നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത് കാർബൺ ന്യൂട്രൽ ഫാം. അതായത് നമ്മൾ പരിസര മലിനീകരണം പരമാവധി കുറച്ച് കാർബൺ ന്യൂട്രൽ, അതായത് അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു ഫാം ആക്കി മാറ്റുന്നതിനുള്ള ഒരു പദ്ധതിയും നമ്മൾ നടപ്പാക്കാൻ പോകുന്നുണ്ട്. അത് കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും ഓരോ ഫാമിലാണ് ആദ്യഘട്ടം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടമാണ്
ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഈ വർഷം മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിനുള്ള മണ്ണ് പരിശോധന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മണ്ണ് പരിശോധനയാണ്. അപ്പോൾ അത് മുതലുള്ള ആ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് പരിസര മലിനീകരണം പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിന് കൂടുതൽ അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിനും നമുക്ക് സാധിക്കും. അതിനുള്ള പരിപാടികളും നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കോമ്പൗണ്ടിൽ, ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ മറ്റ് സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് ജില്ലാ മണ്ണ് പരിശോധന ലബോറട്ടറി, പിന്നൊന്ന് സ്റ്റേറ്റ് എഗ്മാർക്ക് ലബോറട്ടറി, അതായത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് എഗ്മാർക്ക് ലാബിൽ കൊടുക്കുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് എഗ്മാർക്ക് ലാബ്. അത് നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഒരു പ്രാദേശിക പരിശീലന കേന്ദ്രമുണ്ട്. അതും നമ്മുടെ വടക്കൻ കേരളത്തിലേക്ക്, കണ്ണൂർ, കാസർഗോഡ്, വയനാടിലുള്ള ജില്ലകളിലുള്ള കർഷകരെയും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് RATTC അഥവാ പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രം. നമുക്ക് അത് വിവിധ സംരംഭങ്ങൾ തുടങ്ങാനായാലും അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ട്, അതായത് തെങ്ങ് കയറ്റം, അതുപോലെ വിവിധ യന്ത്രങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ നമുക്ക് അഗ്രോ സർവീസ് സെൻ്ററുകളും കൃഷിശ്രീ സെൻ്ററുകളൊക്കെ ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള ടെക്നീഷ്യന്മാർക്ക് പരിശീലനം കൊടുക്കുക, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പരിശീലനം കൊടുക്കുന്നതിനുള്ള പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രം, ഇതൊക്കെ നമ്മൾ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ്, എല്ലാം ഒരേ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കിവിടെ 56.35 ഹെക്ടർ സ്ഥലമാണ് ആകെ ഫാമിൻ്റെ പരിധിയിൽ വരുന്നത്. ഈ വർഷം നമ്മൾ നമ്മൾ ഫാമിൽ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്കൂൾ തുറന്നത് മുതൽ നമ്മുടെ ജില്ലയിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്ന് ദിവസേന ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്നായിട്ട് എല്ലാ ദിവസവും കുട്ടികളും അധ്യാപകരും നമ്മുടെ ഫാം കാണാൻ വേണ്ടി വരുന്നുണ്ട്. അത് വെറുതെ ഒരു കാണലല്ല, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് പോലെയുള്ള പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനും അതുപോലെ ഫാമിലുള്ള മറ്റ് കൃഷിപ്പണികൾ കണ്ട് മനസ്സിലാക്കുന്നതിനും ഒരു പ്രതിദിനം ഒരു 100-ലധികം കുട്ടികളും അതുപോലെ അധ്യാപകരും ആയിട്ടുള്ള സന്ദർശകർ നമുക്ക് നമ്മുടെ ഫാമിൽ വരുന്നുണ്ട്. അതുതന്നെ ഒരു പുതിയ ജനറേഷൻ എങ്ങനെയാണ് കൃഷി മനസ്സിലാക്കുന്നു, കൃഷിയെ അടുത്തറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്. ദിവസേന 100-ലധികം കുട്ടികളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി എത്തുന്നത്. പിന്നെ നമുക്ക് ഈ വേൾഡ് ബാങ്കിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു അഗ്രി ബിസിനസ് സെൻറ്റർ ഇവിടെ ആരംഭിക്കുന്നതിനുള്ള ഒരു ആലോചനയുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ തിരഞ്ഞെടുത്ത അപൂർവം കേന്ദ്രങ്ങളിലൊന്ന് നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടമാണ്. അപ്പം ഭാവിയിൽ ഒരു വേൾഡ് ബാങ്കിൻ്റെ ഒരു അഗ്രി ബിസിനസ് സെൻറ്റർ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ജില്ലാ ഫാമിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് ഇവിടുത്തെ ബയോടെക്നോളജി യൂണിറ്റ്. നമ്മുടെ ബയോടെക്നോളജി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് ഫെസിലിറ്റിയാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ടിഷ്യൂ കൾച്ചർ വാഴയാണ്. നമുക്കറിയാം, കേരളത്തിലെ കർഷകർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് വാഴ. അപ്പോൾ കന്നിലൂടെ വാഴ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിൽ വളരെയധികം കാലതാമസം നേരിടുന്നുണ്ട്. അതുപോലെ വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ എണ്ണം വാഴത്തൈകൾ, അതും കർഷകർക്ക് ഏറ്റവും ഗുണമേന്മയുള്ള തൈകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ടിഷ്യൂ കൾച്ചർ ലാബ്. അപ്പം നമ്മുടെ ടിഷ്യൂ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാഴയിൽ നിന്നും ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ടിഷ്യൂ എന്ന നിലയിൽ നമ്മൾ എടുക്കുന്ന വാഴയുടെ കൂമ്പിൽ നിന്നാണ് നമ്മൾ ടിഷ്യൂ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജില്ലയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷിയുള്ള, അത്യുൽപാദന ശേഷിയുള്ള വാഴകളിൽ നിന്നും കൂമ്പ് ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ലാബിൽ വെച്ച് ഈ കൂമ്പിൽ നിന്നും ശേഖരിച്ച അതിലെ കലകളെ, ടിഷ്യൂവിനെ നമ്മൾ വാഴത്തൈകളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ദീർഘമായ ഒരു പ്രൊസീജിയറാണ്. ഏകദേശം 8 മുതൽ 10 മാസത്തോളം നമ്മൾ ഈ സമയമെടുത്തുകൊണ്ടാണ് ഈ ടിഷ്യൂവിൽ നിന്നും വാഴത്തൈകൾ എന്ന നിലയിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഇങ്ങനെ വളർത്തിയെടുക്കുന്ന വാഴത്തൈകൾ നമ്മൾ സെയിൽസ് കൗണ്ടറിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്, വിൽപ്പന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ 1 കോടി ഫലവൃക്ഷ തൈകൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും നമ്മൾ വാഴത്തൈകൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കുമിൾനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഒരു മൈക്രോബിയൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിലൂടെ നമ്മൾ സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, ബീവറിയ തുടങ്ങിയ 3 മിത്രകീടങ്ങളെയാണ്, മിത്ര കുമിൾനാശിനികളെയാണ് നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ഇവ ജൈവ കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സഹായകമാകുന്ന മിത്രകീടങ്ങളാണ്. ഇതും നമ്മുടെ സെയിൽസ് കൗണ്ടറുകൾ വഴി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കൂൺവിത്തും ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സെയിൽസ് കൗണ്ടറിലൂടെ വിതരണം ചെയ്തു വരുന്നുണ്ട്. കരിമ്പം ആസ്ഥാനമായിട്ടുള്ള ജില്ലാ കൃഷി ഫാം, ജവഹർലാൽ നെഹ്റു, ശ്രീമതി ഇന്ദിരാഗാന്ധി, വി ഗിരി, കേരളത്തിൻ്റെ നവോത്ഥാന പുരുഷനായിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി സഖാ VMS തുടങ്ങിയിട്ടുള്ള മഹാന്മാരൊക്കെ സന്ദർശിച്ച, അവരുടെ പാദസ്പർശനമേറ്റ ഒരു പുണ്യഭൂമികയാണ് ജില്ലാ അഗ്രികൾച്ചർ ഫാം. ലോകത്തിലെ തന്നെ എല്ലാ വിധത്തിലുമുള്ള മാങ്ങ, അവയുടെ എല്ലാ ഇനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കലവറയാണ് ജില്ലാ കൃഷി ഫാം. കുറുമാത്തൂരിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ചില വിദ്യാലയങ്ങൾ അതെല്ലാം അഗ്രികൾച്ചർ ട്രെയിനിങ് സെൻ്ററായി മാറുകയാണ്. കുറുമാത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അഗ്രികൾച്ചർ ബേസ്ഡ് കോഴ്സുകളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ കൂനത്ത് നമ്മളുടെ ഗവൺമെൻറ് IT ഉണ്ട്. അവിടെയും അഗ്രികൾച്ചർ ടെക്നോളജി, അഗ്രികൾച്ചർ മെഷീനറി മേക്കിംഗ് പരിശീലനം തുടങ്ങിയിട്ടുള്ള കോഴ്സുകളാണ് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃഷിയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വലിയ പാരമ്പര്യം കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ട് ഉള്ളതാണ്. കുറുമാത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1984 ഏക അധ്യാപക വിദ്യാലയമായി ആരംഭിച്ചതാണ്. ഇവിടെ ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 120 കുട്ടികളും, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 260 കുട്ടികളും, ഹൈസ്കൂൾ വിഭാഗത്തിൽ 327 കുട്ടികളും പഠിക്കുന്നുണ്ട്. നല്ല പഠന മികവ് പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടേത്. കുറുമാത്തൂർ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ കൂടിയാണ് നമ്മുടേത്. നമ്മുടെ സ്കൂൾ ഒരു ഹൈടെക് സ്കൂൾ എന്ന രീതിയിലാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേയുള്ളൂ. 3 നിലയിലായി ആധുനിക രീതിയിലുള്ള ക്ലാസ്സുകളും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ലാബുകളും ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ വിദ്യാലയം. അതിൻ്റെ 1ാം നില മാത്രമേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. പണി പുരോഗമിച്ചു വരികയാണ്. പാഠ്യരംഗത്തും അതുപോലെ തന്നെ പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. നമ്മുടെ വിദ്യാലയത്തിൽ 2 NSS യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അതുപോലെ
ഹയർ സെക്കൻഡറി വിഭാഗത്തിലുമായിട്ട് 2 NSS യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. മൊത്തം 200ഓളം NSS വളണ്ടിയർമാർ നമ്മുടെ സ്കൂളിനുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള സ്കൂളിന് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും കുട്ടികളുടെ കലാകായിക രംഗങ്ങളിൽ, കലാകായിക മത്സരങ്ങളിൽ, മേളകളിൽ ഒക്കെ കുട്ടികളെ സജീവമായി പങ്കെടുപ്പിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സ്കൂള് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നു. ഈ വർഷത്തെ പ്രത്യേകത നമ്മുടെ തളിപ്പറമ്പ് സബ് ജില്ല കലോത്സവം നടക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലാണ്. കുറുമാത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 20 വർഷത്തിന് ശേഷമാണ് ഇവിടെ സബ് ജില്ലാ കലോത്സവം നടക്കാൻ വേണ്ടി പോകുന്നത്. നാട്ടുകാരുടെ സജീവ സാന്നിധ്യവും സഹകരണവും ഒക്കെ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സജീവമായ PTA-യും അതുപോലെ SMC-യും മദർ PTA-യും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. റിസൾട്ട് മോശമല്ലാത്ത ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലായാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായാലും അതുപോലെ ഹൈസ്കൂൾ വിഭാഗത്തിലും നല്ല വിജയ ശതമാനം നമ്മുടെ സ്കൂള് നിലനിർത്തുന്നു എന്നുള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടേത്. ഇവിടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ 352 കുട്ടികളാണുള്ളത്. 8, 9, 10 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ, അതായത് ഗ്രാമത്തിലുള്ള ഗ്രാമീണ കുട്ടികളാണ് മിക്കവാറും ഇവിടെ പഠിക്കുന്നത്. 10 ഡിവിഷനാണുള്ളത്. SLC ഈ വർഷം 144 കുട്ടികളാണ് എഴുതുന്നത്. കഴിഞ്ഞ വർഷം വരെയുള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരുന്നു. 29 A+ ഉണ്ടായിരുന്നു. 100% വിജയമാണ്. പിന്നെ പൊതുവേ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ സ്മാർട്ടാണ്. എല്ലാ മത്സര ഇനങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇപ്പം എടുത്തു പറയാനെങ്കിൽ ശ്രാവൺ എന്ന് പറയുന്ന കുട്ടി ഒരു IT മേഖലയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്, 10ൽ പഠിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മളൊരു ടീച്ചർ പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തുന്നുണ്ട്, നമിത ടീച്ചർ. അതൊരു വ്യത്യസ്തൊരു പരിപാടിയാണ്. അതായത് ഓരോ വിഷയം എടുത്തിട്ട് ഇപ്പം ഓണാഘോഷം, പിന്നെ ദിനാചരണങ്ങൾ, ഇനിയിപ്പം കലോത്സവമായി ബന്ധപ്പെട്ട ടീച്ചർ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. പിന്നെ എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന പരിപാടികളിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയൊരു മെസ്ന KV ഈ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അതായത് ഇതിപ്പം നമ്മളെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തെ ഇൻ്റർനാഷണൽ സ്കൂളായിട്ട് വിഭാവന ചെയ്തതാണ്. ബിൽഡിംഗ് ഇപ്പോൾ 1 നില നടക്കുന്നു, 2ാം നിലയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. ബാക്കി ഇനി സർക്കാർ പറയുന്ന സ്ഥിതിക്ക് ആകും. പിന്നെ ഗ്രൗണ്ടിൻ്റെ പണി നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടൊരു 40 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതടുത്ത് തന്നെ പാസ്സാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞാൽ, എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു സ്കൂളായി മാറും. ഇവിടെ ഒട്ടേറെ പ്രതിഭകളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. സദനം ബാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കഥകളി ആചാര്യനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് കുറുമാത്തൂർ പഞ്ചായത്തിനായിരുന്നു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ എന്ന മഹാപ്രതിഭ ചവനപ്പുഴ, കുറുമാത്തൂർ പഞ്ചായത്തിലെ ചവനപ്പുഴ പ്രദേശത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് കേട്ടറിവ് നമുക്കുണ്ട്. അതുപോലെ തന്നെ കഥകളി രംഗത്തെ മഴവൂരുള്ള നാരായണൻ ആശാനെ പോലുള്ള മഹാപ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രമുഖർ നമ്മുടെ പഞ്ചായത്തിനകത്ത് കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ നല്ല പങ്ക് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ
സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയൊരു ശക്തി നമ്മുടെ ഈ കുറുമാത്തൂർ പഞ്ചായത്തിലുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിലുള്ളത്. കാരണം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്തായ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ജന്മസ്ഥലമാണിത്, അവരുടെ പഞ്ചായത്താണിത്. ഇതിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. ചവനപ്പുഴ, ഒരുപക്ഷെ ചവനപ്പുഴ എന്നുള്ള പേര് തന്നെ സവനപ്പുഴ, സവൻ എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം നടന്ന പൂജയും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. അങ്ങനെ വലിയൊരു പാരമ്പര്യം, ഒരുപക്ഷെ മലയാള സാഹിത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യം തന്നെയുണ്ട്. അവിടെ നിന്ന് തുടങ്ങി കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ തുടങ്ങിയിട്ട് ഇത് ഏറ്റവും പുതിയ ജിൻഷാ ഗംഗ എന്ന് പറയുന്ന എഴുത്തുകാരി വരെയുള്ള വലിയൊരു സാഹിത്യ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ തന്നെ ഇവിടെയുള്ള ബാലൻ കുറുമാത്തൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ബാലൻ കുറുമാത്തൂർ മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ ബാലൻ കുറുമാത്തൂരിനെ ലീലാവതി ടീച്ചർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒട്ടേറെ സാഹിത്യം, അതുപോലെ പ്രമുഖ എഴുത്തുകാർ MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ പഞ്ചായത്തിൽ തന്നെയുള്ള കരിമ്പം തോട്ടത്തിൽ ETCയിൽ അദ്ദേഹം ജോലി ചെയ്ത അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അത്ര കാലമേ ഉള്ളൂ എങ്കിലും അദ്ദേഹം അവിടെ ജോലി ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ സാഹിത്യത്തിൽ ഒരു ഉണർവോട് ബൂതിലിംഗം മാഷ്, അദ്ദേഹം ഈ പരിസരത്തുള്ള വിദ്യാലയങ്ങളിലൊക്കെയാണ് ബൂതിലിംഗം മാഷ് ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഒരു വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകം ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുത്തിൻ്റെ ഏറ്റവും പുതിയ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിവിധ മേഖലകൾ, ഒരുപക്ഷെ സമ്പൂർണ്ണ എഴുത്തല്ല, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ഇപ്പോഴുള്ള പഞ്ചായത്ത് സെക്രട്ടറിയായ രാജേഷ് കുറുമാത്തൂർ, അങ്ങനെയുള്ള ഒട്ടേറെ പേരുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ കുറുമാത്തൂർ സ്കൂൾ വെച്ച് തന്നെ ഈ പ്രദേശത്തുള്ള എഴുത്തുകാരുടെ ഒരു സംഗമം ചേർത്ത് വെച്ചപ്പോൾ ഏറ്റവും പുതിയ രീതിയിൽ എഴുതുന്ന ഒരു 25-ലേറെ എഴുത്തുകാർ ഈ ഒരു ചെറിയ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മലയാള ഒരു കഥാ സാഹിത്യത്തിൻ്റെ ആരംഭം തൊട്ട് തന്നെ വളരെ ഉണർവോട് കൂടിയിട്ട് ഈ കഴിഞ്ഞ ഓണം പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവെ മറ്റ് പഞ്ചായത്തിലൊന്നും ഇല്ലാതൊരു അനുഭവം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ ഒരു സാഹിത്യ കൂട്ടായ്മ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ആ സാഹിത്യ കൂട്ടായ്മയിൽ പ്രമുഖ എഴുത്തുകാരായ ഡോക്ടർ സോമൻ കടലൂരും പവിത്രൻ തിക്കുനിയും അതുപോലെ തന്നെയുള്ള മാധവൻ പുറച്ചേരി പോലുള്ളവരൊക്കെ തന്നെ വന്നു നിൽക്കുക എന്നുള്ളത്, അത് സാധാരണ ജനങ്ങളുടെ മുമ്പിൽ, പക്ഷേ അവർ പലതരം ജീവിതത്തിനിടയിൽ അവർ ഈ സാഹിത്യത്തിനുള്ള ഒരു വഴി കണ്ടെത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഴുത്തൊക്കെ തന്നെ എൻ്റെ ഒരു ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിൻ്റെ ആണല്ലോ, നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ കണ്ടുവരുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിന് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പ്രധാനമായിട്ടും എൻ്റെ ഒരു എഴുത്ത് നമ്മുടെ ഒരു ക്യാമ്പസ് കാലം തൊട്ട് തന്നെയാണ് എഴുതി തുടങ്ങുന്നത്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ജീവിതത്തിൻ്റെ ഓമ എന്ന് പറയുന്ന ഒരു നോവലിലാണ് എഴുത്ത് തുടങ്ങുന്നത്. അതൊരു ക്യാമ്പസ് നോവലാണ്, ഒരു കൂട്ടു നോവലാണ്. അതിനുശേഷം സ്വച്ഛമായ ജലധാരക്കും പച്ചപ്പുൽ പരപ്പനും എന്നുള്ളൊരു നോവൽ പിന്നീട് എഴുതി. പിന്നീട് എൻ്റെ ഗവേഷണത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ബാലസാഹിത്യം ഒരു പ്രധാന മേഖലയായിട്ട് എടുത്തപ്പോഴാണ് പിന്നീട് എനിക്ക് ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിക്കുന്നത് സ്വർണ്ണഗുളികകൾ എന്ന് പറയുന്ന ബാലസാഹിത്യത്തിനാണ്. PT ഭാസ്കര പണിക്കാർ പുരസ്കാരം ലഭിക്കുന്നത് സ്വച്ഛമായ ജലധാരക്കും പച്ചപ്പുൽ പരപ്പിനും എന്ന് പറയുന്ന കൃതിക്കാണ്. അതുപോലെ തന്നെ വേരുകൾ എന്ന് പറയുന്ന തിരക്കഥക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സംസ്ഥാന തിരക്കഥാ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ KSTൻ്റെ പുരസ്കാരം കഥക്കാണ്, കപ്പൽഛേദം എന്ന് പറയുന്ന കഥക്കാണ് KSTA കഥാ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ ഭാഷാശ്രീ പുരസ്കാരം അതൊരു ബാലസാഹിത്യത്തിനാണ് ലഭിക്കുന്നത്, കൂരിരുണ്ട കിടാത്തി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ദേശത്തിൻ്റെ ഒരു ചെറുതല്ലാത്ത രീതിയിൽ എഴുതാത്തവർ ഈ ദേശത്തില്ല എന്ന് പറയാം. ജലസംരക്ഷണ പ്രവർത്തനത്തിൽ ഏറ്റവും മാതൃകയായിട്ടുള്ള, കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു മഹായത്നമായിരുന്നു നമ്മുടെ കുറുമാത്തൂർ കാലിക്കടവ് മുതൽ കരിമ്പം പാറാട് വരെ വ്യാപരിച്ചു കിടക്കുന്ന 18 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന 12 വാർഡുകളോട് ഒഴുകുന്ന ഈ കരിമ്പം പുഴയിൽ ഒരുക്കിയിട്ടുള്ള തടയണകൾ. 14 തടയണകളാണ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ പുഴയിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ ജലം സംഭരിക്കുന്നത് വേനൽക്കാലത്ത് കുറുമാത്തൂർ പഞ്ചായത്തിൻ്റെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വലിയ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഓരോ VCBകളും ഓരോ വാട്ടർ തീം പാർക്കുകളായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികളും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളും കടുത്ത വേനലിൽ പോലും നമ്മുടെ പുഴയെ ആശ്രയിക്കുകയും അവിടങ്ങളിലേക്ക് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കരിമ്പം തോട്ടത്തോട് ചേർന്ന് നമുക്കൊരു അതിമനോഹരമായ കൊച്ചു ക്ഷേത്രം കാണാൻ സാധിക്കും. കുണ്ടത്തിൽ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തി, ഗുളികൻ, വീരൻ തുടങ്ങി ഒട്ടനവധി തെയ്യങ്ങൾ കെട്ടിയാടപ്പെടാറുണ്ടത്രേ. ജനുവരി മാസത്തിൽ 14 മുതൽ 19 തീയതി വരെ നടക്കാറുള്ള ഉത്സവം നാടിൻ്റെ തന്നെ ആഘോഷമാണ്. ഇനി കുണ്ടത്തിൽ പുതിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. പഴയകാലത്ത് ഈ ക്ഷേത്രം വളരെ ചെറുതായിട്ട് ആണ് ഉണ്ടായിരുന്നത്. അത് കുറേ കാലങ്ങളായിട്ട് നാട്ടുകാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച കമ്മിറ്റി ആയതിനു ശേഷം ഇത് പുതുക്കി പണിയാൻ തീരുമാനിക്കുകയും അത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ നടയിൽ പ്രശ്നം വെച്ചിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു ഇത് പുതുക്കി പണിയണം, ഈ ക്ഷേത്രം അങ്ങനെ നശിക്കാൻ അനുവദിക്കരുത്, ഈ നാട്ടിന് വലിയ വിഷമമാവും. അതുകൊണ്ട് ഇത് നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ക്ഷേത്രം ഈ രീതിയിൽ ഇപ്പം ആക്കുകയും ചെയ്ത്. ആദ്യം ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഇതായിട്ട് ഉണ്ടായിട്ടുള്ളൂ. വിളക്കത്തിക്കും ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങൾ ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് പുതുതായിട്ട് ഇങ്ങനെ ആക്കിയത് നാട്ടുകാരും കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമാണ്. മുമ്പ് കാലത്ത് ഈ നദി വലിയ നദിയായിരുന്നു പോലും, വലിയ പുഴയായിരുന്നു, കരിമ്പത്തോട്. അപ്പോൾ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടത് ഇതിൽ കൂടെ എന്താണ് അന്ന് ആ ഒരു തോണിയല്ല ഇങ്ങനെ വന്നതാണ് ദേവി. അപ്പോൾ ഈ നാട്ടിൽ പണ്ട് ആ കാലത്ത് ഒരു ഭയങ്കരമായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു ഈ ഗ്രാമങ്ങളിൽ, ബസൂരി അങ്ങനെ എന്തോ പറയുന്നതെന്ന് കേട്ടത് വയസ്സുള്ളവർ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടി മരണം ഒരുപാട് സംഭവിച്ചു അസുഖം കാരണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അന്ന് അങ്ങനെ വന്ന ദേവിയാണിത്. എന്നിട്ട് ഇവിടെ താഴെ വന്നപ്പോൾ ദേവിക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയത് ഇവിടെ നാഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാട് ഭയങ്കര കാടായിരുന്നു. അപ്പോൾ ദേവി ഇവിടെ അന്ന് ഇവിടെ കൂടിയതാണ്. അതിനുശേഷം ഈ നാട്ടിൽ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ മാറി അങ്ങനെയൊക്കെ പറയപ്പെടുന്നത്. എൻ്റെ ശരിക്കുള്ള ഒരു നമ്മൾക്ക് അറിയില്ല. അത് ഇവിടെ വർഷത്തിൽ ഒന്നിടവിട്ടിട്ടാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഒരു വർഷം എല്ലാ കോലങ്ങളും കെട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? വെല്ലംപുരാട്ടി പ്രധാനപ്പെട്ട, പുതിയ ഭഗവതി, വീരൻ, വീരാളി, ഗുളികൻ, വിഷ്ണുമൂർത്തി, നാഗേനിയമ്മ, ഇളങ്കോലം, ഇതൊക്കെ ഒരു വർഷം നടത്തും. പിന്നെ അടുത്ത വർഷം ഇടവിട്ടിട്ട് വെറും പുതിയ ഭഗവതിയും വീരനും ഇങ്ങനെയുള്ള 2-3 തെയ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇടവിട്ടാണ് വലിയ ആഘോഷം നടത്തുന്നത്. 5 ദിവസം അല്ലേ, 5 ദിവസങ്ങളാണ് ഇവിടുത്തെ ചടങ്ങ്. വലിയ ഇത് തെയ്യം ഉണ്ടാകുമ്പോൾ ജനുവരി മാസമാണ് ഇത് നടക്കുന്നത്. പിന്നെ അതുപോലെ മറ്റ് തെയ്യം അതത്ര ദിവസമുള്ളത് ഒറ്റ ദിവസമേ ഉള്ളൂ. അത് അന്നദാനം എല്ലാ 5 ദിവസമുള്ള ഇതിൽ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ഇപ്പോഴാണ് അത്, മുമ്പേ ഉണ്ടായിരുന്നില്ല. ആ നാട്ടുകാർ നടത്താൻ തുടങ്ങിയതിന് ശേഷം ഈ അന്നദാനം ഇതൊക്കെ തുടങ്ങിയത്. 2000-2500 പേര് പങ്കെടുക്കും. പ്രധാനപ്പെട്ട ദിവസം അന്ന് എത്രയും ആൾക്കാർ, അവർക്കെല്ലാം അന്നദാനവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെയുണ്ട്. മാസങ്ങളിൽ എല്ലാ സംക്രാന്തി ദിവസം വെളിച്ചപ്പാടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതാകുന്നുണ്ട്, ആഘോഷിക്കുന്നത്. സംക്രാന്തി അടിയന്തരം എന്നതിന് പറയും. 1972 കുറുമാത്തൂർ പഞ്ചായത്തിലെ കൂനം എന്ന പ്രദേശത്ത് കൂനം ഗ്രാമീണ വായനശാല അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1982 ആകുമ്പോഴേക്കും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയ കൂനം ഗ്രാമീണ വായനശാലയ്ക്ക് 1989 ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗത്വം ലഭിക്കുന്നത്. നിലവിൽ ലൈബ്രറി കൗൺസിലിൻ്റെ എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഈ വായനശാലയിൽ 7000-ഓളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കലാസാംസ്കാരിക രംഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കൂനം ഗ്രാമീണ വായനശാലയുടെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ. ഈ ലൈബ്രറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1970-കളിലാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അന്ന് പുതിയൊരു റോഡ് ഉണ്ടാക്കുകയും ആ റോഡിന് ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ട് അതേപോലെ വെച്ചതിന് ശേഷം സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ആളുകൾ റോഡ് പണിയുകയും ആ ഫണ്ടിൻ്റെ ബാക്കി വന്ന തുക വായനശാല ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. 1982 ഒരു ബിൽഡിങ് നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 89 ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കൂനം LP സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള അലമാര നിർമ്മിച്ച് അതിൽ അവർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. 10 ക്ലാസ് മുറികളിലും അലമാരയും പുസ്തകങ്ങളും കൊടുക്കാൻ ഗ്രന്ഥാലയ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ നാട്ടിലെ മൺമറഞ്ഞു പോയവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ആടെയില പച്ചക്കറി ഈ ജനകീയ സഹകരണത്തോടുകൂടി നട്ടുകൊടുക്കാനെല്ലാം സഹായിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കുറച്ച് മന്തിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും സ്കൂൾ ആവശ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നീട് കഴിഞ്ഞ വർഷം നടത്തിയ ഏറ്റവും വലിയ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുണ്ടാകുന്ന എഴുത്തുകാരെ സംഘടിപ്പിച്ച് കഥാവാരം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരിപാടിയാണത്. 7ഓളം കഥകൾ ഫേസ്ബുക്കിലൂടെ അവതരിപ്പിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ അഭിപ്രായം തേടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഈ വായനാ പക്ഷാചരണ കാലത്ത് ഏതാണ്ട് 18-19 ദിവസത്തോളം നാട്ടിലുള്ള എഴുത്തുകാരെ, വായനക്കാരെ, സാമൂഹ്യ പ്രവർത്തകരെ ഒക്കെ പങ്കെടുപ്പിച്ച് ഓരോ ദിവസവും പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പുസ്തക പ്രസാധനം കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് വായനശാല. നമ്മുടെ സാഹിത്യകാരൻ പ്രമോദ് കുവേരിയാണ് ഞങ്ങളെ സഹായിച്ചത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുൻ സെക്രട്ടറി അകാലത്തിൽ മരിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുറേ കവിതകൾ പുസ്തക രൂപത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പുസ്തകമായി അതിറക്കാൻ ഗ്രന്ഥാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് വയോജനങ്ങൾക്കുള്ള ഓണക്കോടി വിതരണം. 80 വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് 40ഓളം ആളുകൾക്ക് ഞങ്ങൾ വീടുകളിൽ ചെന്ന് ഓണക്കോടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹകരണമാണ് ഇത്രയും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് എന്നും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് വയോജനവേദി ഉണ്ട്. യുവജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നൊരു വായനശാലയാണ് പൂനം ഗ്രാമീണ വായനശാല. സാധാരണഗതിയിൽ ഇപ്പം പൊതുവെ യുവജനങ്ങൾ മറ്റിടങ്ങളിൽ കുറവാണ് എന്ന ഒരു പരാതി നിലനിൽക്കുമ്പോൾ പൂനം ഗ്രാമീണ വായനശാല യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത്. ഇപ്പം വായനശാലക്ക് വിവിധ ഉപവിഭാഗങ്ങളുണ്ട്. ബാലവിഭാഗം, ബാലവേദി, വനിതാവേദി, സാഹിത്യ രംഗം, അതുപോലെ തന്നെ വയോജനവേദി, യുവജന വിഭാഗം, ഇതൊക്കെയുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു വൈവിധ്യവൽക്കരണം ഓരോ മേഖലയിലുള്ളവർക്ക് ഓരോ പിന്നെ വിഭാഗത്തിനും പ്രത്യേകം ചുമതലക്കാരെ നിയമിച്ചിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ വായനശാല പൊതുവായിട്ട് ഉള്ള പ്രവർത്തനങ്ങളും കൂടി ആലോചിക്കുന്നുണ്ട്. ഇനിയും നമുക്കിപ്പം ഒരുപാട് പരിമിതികളുണ്ട്. ബിൽഡിങ് വളരെ ചെറുതാണ്. ഇതിൻ്റെ മേലെയും കൂടി ഒരു കെട്ടിടം ലഭിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഹോളും ഒരു പൊതു പരിപാടി നടത്താൻ പറ്റുന്നൊരു ഹോള് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ മുൻഭാഗത്തുള്ള ഈ മുറ്റം ഒരു ചെറിയൊരു പരിപാടി നടത്താനുള്ള സ്റ്റേജ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടി നവീകരിച്ച് അതിനൊരു മേൽക്കൂരിയൊക്കെ കിട്ടണമെന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് മിക്കവാറും ഈ വർഷം ശരിയാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബ്ലോക്ക് പഞ്ചായത്ത് അതിനനുകൂലമായി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്തും കൂടി കിട്ടുകയാണ്, അവർ മാറ്റിവെക്കും എന്ന ഇതിലാണുള്ളത്. അപ്പോൾ ഈ വർഷത്തോടു കൂടി നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജും ഓഡിറ്റോറിയം കൂടി ആവും. പിന്നെ ബിൽഡിങ്ങിൻ്റെ മേൽക്കൂര മേലെയും ഇതേപോലെ ഹോൾ സൗകര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ലൈബ്രറി മേലേക്ക് പോകാനും താഴെ മറ്റുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി നവീകരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വായനശാല കെട്ടിടം നവീകരിക്കുന്നതോടൊപ്പം തന്നെ പ്രദേശത്തെ ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വായന മരിക്കുകയാണെന്നോ. അപ്പോൾ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വീടുകളിൽ പുസ്തകം എത്തിക്കാനും മുഴുവൻ സമയം തന്നെ ലൈബ്രറി നമുക്കുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെ ലൈബ്രറി സ്ഥിരമായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മറ്റ് ഭാരവാഹികൾ ഇവിടെ ഒരു 9:30 വരെ ആരംഭമായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വർഷം നമ്മൾ പുതിയതായി ഏറ്റെടുത്ത മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് ഭരണഘടന സാക്ഷരത. ഭരണഘടനയുടെ മൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയും പൗരന്മാരുടെ
ഉത്തരവാദിത്തങ്ങളെയും അവകാശങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണഘടനാ സാക്ഷരത നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സാക്ഷരതാ ക്ലാസ്സുകളടക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയിലെ വൈവിധ്യവും വ്യത്യസ്തവുമാർന്ന കാഴ്ചകളും വിശേഷങ്ങളും നമ്മോട് വിളിച്ചോതുന്ന കുറുമാത്തൂർ പഞ്ചായത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.